Evening. Good evening, dears. Very good evening, Aaron, Atira, Abhinav, Smritilaya, Arati, Sri Shakti, Diya, Jishna, Anugraha, Vismaya, Shada, Anusha, Arjun, Krishna. Very good evening to all and a warm welcome to another chemistry class. നമുക്ക് തുടങ്ങാം. റെഡി ആണോ? എല്ലാം പെർഫെക്റ്റ് ആണോ? ഓഡിയോ വീഡിയോ എല്ലാം പെർഫെക്റ്റ് ആണോ? Can we start? Please give me a response whether it's all perfect. റെഡി ആണെങ്കിൽ നമുക്ക് തുടങ്ങാം. ക്ലിയർ ആണ്? ഓക്കെ, ഫൈൻ. എല്ലാവരും നട്ടെല്ല് നിവർന്നിരിക്കുക, സ്റ്റഡി ആയിട്ടിരിക്കുക. യെസ്, വി ഗോണ സ്റ്റാർട്ട്. I think this is the topic we need to start with acids and bases. Acids and bases നമുക്ക് കണ്ടിന്യൂ ചെയ്യണം അല്ലേ? യെസ്. നന്ദന, നിഖിൽ രാജൻ, ഹോംവർക്ക് ഉണ്ടായിരുന്നു? എന്തായിരുന്നു? ഒന്ന് പറയണേ, ഒന്ന് സ്റ്റാർട്ടിങ് പറയൂ. എനിക്ക് ഓർമ്മയില്ല. വാട്ട് വാസ് ദ ഹോംവർക്ക് ഗിവൺ? പ്ലീസ് ഗിവ് മീ എ സ്റ്റാർട്ടിങ്. സ്റ്റാർട്ടിങ് ഒന്ന് പറഞ്ഞാൽ മതി, ഇപ്പം എനിക്ക് ഓർമ്മ വരും. ബിജുഷ, AXBY. യെസ്, ഗുഡ്. ഓർമ്മ വന്നു. പറയുമ്പോൾ ഇവിടെ ഉണ്ടാവുമല്ലോ അല്ലേ? ഇവിടെ യെസ്, ഇത് ഓക്കെ, ഫൈൻ. ഞാൻ അത് ഓർത്തില്ല. ഇവിടെ ഉണ്ട്. യെസ്. Concentrated solution of a weak electrolyte AXBY. Yes. AXBY. അതിൻ്റെ ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ ആൽഫ, കോൺസെൻട്രേഷൻ C എങ്കിൽ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പ്ലീസ് വെരിഫൈ യുവർ ആൻസർ. So the quantity of AXBY at equilibrium C into 1 minus alpha, and that of A at equilibrium X C alpha, and B at equilibrium Y C alpha. കാരണം റിയാക്ട് ചെയ്യുന്ന ക്വാണ്ടിറ്റി C ആൽഫയാണ്. 1 മോൾ റിയാക്ട് ചെയ്താൽ X മോൾ കിട്ടും. C ആൽഫ റിയാക്ട് ചെയ്താൽ X C ആൽഫ കിട്ടും. ഇവിടെ Y C ആൽഫ കിട്ടും. So this is the amount of A at equilibrium. This is the amount of B at equilibrium. This is the amount of AXBY at equilibrium. And therefore K equal to concentration of A power X, concentration of B power Y, concentration of AXBY. And that will be X times C alpha whole raised to X, Y times C alpha whole raised to Y, divided by C into 1 minus alpha. അല്ലേ മക്കളെ? Now 1 minus alpha can be taken as 1. അങ്ങനെ ചെയ്യാം. കാരണം കോൺസെൻട്രേറ്റഡ് സൊല്യൂഷൻ ആണ്, വീക്ക് ഇലക്ട്രോലൈറ്റ് ആണ്. ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ വെരി ലെസ് എന്ന് എടുത്തു കഴിഞ്ഞാൽ 1 മൈനസ് ആൽഫ വേണമെങ്കിൽ നിങ്ങൾക്ക് അപ്രോക്സിമേറ്റ്ലി 1 എന്നെടുക്കാം. സോ ഇറ്റ് ഈസ് ഗോയിൻ ടു ബി എക്സ് റേസ് ടു എക്സ്, സി റേസ് ടു എക്സ്, ആൽഫ റേസ് ടു എക്സ്, വൈ റേസ് ടു വൈ, സി റേസ് ടു വൈ, ആൻഡ് ആൽഫ റേസ് ടു വൈ divided by C എന്ന് കിട്ടും.
അപ്പോൾ എന്താ വരിക? എക്സ് റേസ് ടു എക്സ്, വൈ റേസ് ടു വൈ, സി റേസ് ടു എക്സ് പ്ലസ് വൈ മൈനസ് 1 ആൻഡ് ആൽഫ റേസ് ടു എക്സ് പ്ലസ് വൈ എന്ന് കിട്ടും. ദാറ്റ് ഈസ് ദ ഫൈനൽ ഫിഗർ. ദാറ്റ് ഈസ് ദ ഫൈനൽ ഫിഗർ അല്ലേ? ഒന്ന് പറഞ്ഞ് നമുക്ക് റെസ്പോണ്ട് ചെയ്യടാം. ഇത് കിട്ടിയവരുണ്ടോ? ഇങ്ങനെ കിട്ടിയവരുണ്ടോ? കിട്ടി. ആരോണിന് കിട്ടി. വെരി ഗുഡ്, വെരി ഗുഡ് കണ്ണ, വെരി ഗുഡ്. അഭിനവിന്റെ തെറ്റി. എവിടെയാണ് തെറ്റിയതെന്ന് നോക്കണം കേട്ടോ. എവിടെയാണ് തെറ്റിയതെന്ന് നോക്കണം. പ്ലീസ് ക്രോസ് ചെക്ക് വേർ ഇറ്റ് വെന്റ് റോങ്. ഒന്ന് ചെക്ക് ചെയ്യണം കേട്ടോ. സോ യു ഗെറ്റ് k equal to x raised to x, y raised to y, c raised to x plus y, y raised to y, c raised to x plus y minus 1, alpha raised to x plus y എന്നാണ് റിലേഷൻഷിപ്പ്. ഇനി ആൽഫയുടെ ടേംസിലാണെങ്കിൽ ഇങ്ങനെ എഴുതാം. k divided by x raised to x, y raised to y, c raised to x plus y minus 1 whole raised to 1 by x plus y. ആൽഫയുടെ ടേംസിൽ വേണമെങ്കിൽ അങ്ങനെ എഴുതാം. ഓക്കെ ഓക്കെ. കോൺസെൻട്രേഷൻ്റെ അവിടെ അല്ലേ? കോൺസെൻട്രേഷന്റെ പവർ എഴുതിയപ്പോൾ തെറ്റിയില്ല, എക്സും വൈയും എഴുതിയില്ല അല്ലെ? ഓക്കെ 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 ഓക്കെ. യെസ്. വേറെ ആർക്കെങ്കിലും തെറ്റിയവരുണ്ടെങ്കിൽ പറയുക, ശരിയാക്കിയവരുണ്ടെങ്കിൽ പറയുക, കൃത്യമായിട്ട് കിട്ടിയവരുണ്ടെങ്കിൽ ഒന്ന് പറയണം. തെറ്റിയവരുണ്ടെങ്കിൽ എവിടെയാണ് തെറ്റിയത് എന്ന് കൂടെ പറയുക. തെറ്റിയെന്ന് പറയുക ആദ്യം, തെറ്റിയത് എവിടെയാണെന്നും കൂടെ ഒന്ന് പറയുക. പ്ലീസ് ഗീവ് കമന്റ്. ഒന്ന് കമന്റ് ചെയ്യണേടാ. ശരിയായവര് തെറ്റിയവര് ഒക്കെ ഒന്ന് പറയാം. ആരോൺ മാത്രം കിട്ടി എന്ന് പറഞ്ഞു. ആരോണും അഭിനവും മാത്രമാണ് അത് റെസ്പോണ്ട് ചെയ്തത്. അഭിനവിന്റെ പവറിന്റെ അവിടെ തെറ്റിയിട്ടുണ്ട്. ആരോണിന് കറക്റ്റായിട്ട് കിട്ടി എന്ന് പറയുന്നു. അതേഴ്സ് ഇഫ് എനി പ്ലീസ് റെസ്പോണ്ട്. പലരും ചെയ്യാൻ മറന്നു പോയിട്ടുണ്ടാവും എന്നാണ് എനിക്ക് തോന്നുന്നത്. ചെയ്തിട്ടുണ്ടോ? അത് ഒന്നാമത്തെ കേസ്. അറ്റംപ്റ്റ് ചെയ്തിട്ടുണ്ടോ? അതാണ് ഒന്നാമത്തെ കേസ്. അനുഗ്രഹ തെറ്റി. പവേഴ്സ് ചെയ്തത് തെറ്റി. പവേഴ്സ് ചെയ്തത് തെറ്റി. ഓക്കെ ഓക്കെ ഓക്കെ. ദയവ് ചെയ്ത് ഒന്ന് റെസ്പോണ്ട് ചെയ്യുക കേട്ടോ. ഒന്ന് റെസ്പോണ്ട് ചെയ്യാം. യെസ്. മനസ്സിലായോ? ഇത് മനസ്സിലായോ? ക്ലിയർ ആണോ? നോട്ട് ചെയ്തോ? മനസ്സിലായോ? ക്ലിയർ ആണോ? അതോ ഏതെങ്കിലും സ്റ്റെപ്പ് ഡൗട്ട് ഉണ്ടോ? ഞാൻ റിപ്പീറ്റ് ചെയ്യാം. ക്ലിയർ ആണോ? ക്ലിയർ ആണല്ലേ? ക്ലിയർ ആണ്. ഓക്കെ. ഒരു ഹോംവർക്ക് അല്ലേ തന്നിട്ടുള്ളൂ? ഒരു ഹോംവർക്ക് അല്ലേ തന്നിട്ടുള്ളൂ? ഒരെണ്ണം അല്ലേ ഉള്ളൂ? ഓക്കെ. അപ്പോൾ ഇന്നലത്തെ നമ്മുടെ ഡിസ്കഷൻ ഓസ്റ്റ്വാൾ ഡൈല്യൂഷനിലോ വി സ്വിച്ച്ഡ് ഓൺ ടു അയോണിക് ഇക്വിലിബ്രിയം, ഇലക്ട്രോലൈറ്റ്സിനെ കുറിച്ച് പറഞ്ഞു, സ്ട്രോങ് ആൻഡ് വീക്ക് ഇലക്ട്രോലൈറ്റ്സിനെ കുറിച്ച് പറഞ്ഞു, ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ എന്ന ടേം പരിചയപ്പെട്ടു, ഓസ്റ്റ്വാൾ ഡൈല്യൂഷൻ ലോ പറഞ്ഞു. അതിലെ ഒരു പ്രോബ്ലമാണ് ഇപ്പോൾ നമ്മൾ ചെയ്തത് അല്ലേ? റൈറ്റ്. യെസ്. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ആസിഡ്സ് ആൻഡ് ബേസസിനെ കുറിച്ചാണ് കേട്ടോ. ആസിഡ്സ് ആൻഡ് ബേസസിനെ കുറിച്ചാണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എന്താണ് ആസിഡ്സ്, എന്താണ് ബേസസ് എന്നാണ് പറയുന്നത്. ഇത് പഠിക്കുന്നത് നമ്മൾ ഒരു എന്താ പറയുക, ചെറിയ ക്ലാസ് മുതലേ നമ്മൾ പഠിക്കുന്ന ഒരു ക്ലാസിക്കൽ ഓപ്പറേഷണൽ ഡെഫിനിഷൻസ് ഉണ്ട്.
പുളിപ്പ് രസമുള്ളത് ആസിഡ് എന്ന് പറയും അല്ലെ. സോർ ടേസ്റ്റ് ഉള്ളത് ആസിഡ്സ്, ബിറ്റർ ടേസ്റ്റ് ഉള്ളത് ആൽക്കലീസ്. ആൽക്കലീസിന് സോപ്പി ടച്ച് ആയിരിക്കും. പിന്നെ pH ഇൻഡിക്കേറ്റേഴ്സിന്റെ കളർ ചേഞ്ച് ഒക്കെ വെച്ചിട്ട് ലോവർ ക്ലാസ്സുകളിൽ തന്നെ ആസിഡ് ബേസ് എന്താണ് എന്നത് നമ്മൾ ഫണ്ടമെന്റൽ ഐഡിയ പഠിച്ചിട്ടുണ്ട്. എന്താണ് ആസിഡ്, എന്താണ് ബേസസ്. ആസിഡ്സും ബേസസും പ്രകൃതിയിലുള്ള രണ്ട് ഓപ്പോസിറ്റ് ക്യാരക്ടർ ഉള്ള കെമിക്കൽസ് ആണ്. ഇവര് രണ്ടുപേരും കൂടെ കണ്ടുമുട്ടിക്കഴിഞ്ഞാൽ there will be neutralization and that forms salt and water. When an acid meet with alkali, when an acid meet with bases, there will be mutual neutralization. ആസിഡിന്റെ ആസിഡിക് ഗുണങ്ങൾ ആൽക്കലി ന്യൂട്രലൈസ് ചെയ്യും. അതുപോലെ ആൽക്കലിയുടെ ആൽക്കലൈൻ ക്യാരക്ടർ, ബേസിക് ക്യാരക്ടർ ആസിഡ് ന്യൂട്രലൈസ് ചെയ്യും ആൻഡ് യു ഗെറ്റ് സോൾട്ട് ആൻഡ് വാട്ടർ. ഇത് നമുക്ക് അറിയാവുന്ന ഫണ്ടമെന്റൽ ഇൻഫർമേഷൻസ് ആണ് ആസിഡ്സും ബേസസും. ഇത് പ്രകൃതിയിലുള്ള രണ്ട് ഓപ്പോസിറ്റ് ക്യാരക്ടേർഡ് കെമിക്കൽസ് ആണ് ആസിഡ്സും ബേസസും. അവര് നമുക്കറിയാവുന്നത് ഓപ്പറേഷണൽ ഡെഫിനിഷൻ വെച്ചിട്ടാണ് നമുക്കറിയാം. pH സ്കെയിൽ വെച്ച്, pH പേപ്പർ വെച്ച്, pH മീറ്റർ വെച്ച് നമ്മൾ pHന്റെ റെഫറൻസിൽ നമ്മൾ പഠിക്കുന്നുണ്ട്. pH 7 വരുന്നത് ന്യൂട്രൽ സൊല്യൂഷൻ ആയിരിക്കും, pH ലെസ് ദാൻ 7 വരുന്നത് അസിഡിക് സൊല്യൂഷൻ ആയിരിക്കും, pH മോർ ദാൻ 7 വരുന്നത് ആൽക്കലൈൻ സൊല്യൂഷൻ ആയിരിക്കും എന്ന് നമ്മൾ പഠിക്കുന്നുണ്ട്. ഇതൊക്കെ പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. എന്താണ് ബേസ്, എന്താണ് ആൽക്കലി, അതും എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. വാട്ടർ സോല്യൂബിൾ ബേസസിനെയാണ് നമ്മൾ ആൽക്കലി എന്ന് വിളിക്കുന്നത് അല്ലെ. അപ്പോൾ ആസിഡും ബേസും ഇവിടെ നമ്മളത് പഠിക്കാൻ പോകുന്നത് ഒരുപക്ഷെ നേരത്തെ പഠിച്ചതിൻ്റെ ഒരു കണ്ടിന്യൂവേഷൻ ആയിട്ട് 3 കോൺസെപ്റ്റുകളിലൂടെയാണ് ആസിഡ്സ് ആൻഡ് ബേസസ് നമ്മൾ പഠിക്കുന്നത്. ഒന്ന് ക്ലാസിക്കൽ കോൺസെപ്റ്റ് എന്ന് പറയും, ദാറ്റ് ഈസ് അറീനിയസ് കോൺസെപ്റ്റ്. അറീനിയസ് കോൺസെപ്റ്റ് ഓഫ് ആസിഡ്സ് ആൻഡ് ബേസസ്. 2 ബ്രോൺസ്റ്റഡ്-ലോറി കോൺസെപ്റ്റ് എന്ന് പറയും. Bronsted-Lowry concept of acids and bases. Bronsted-Lowry concept of acids and bases. 3 Lewis concept എന്ന് പറയും. Lewis concept of acids and bases. ഈ 3 കോൺസെപ്റ്റുകളിലൂടെയാണ് നമ്മൾ ആസിഡ്സ് ആൻഡ് ബേസസ് ഇപ്പോൾ പരിചയപ്പെടാൻ പോകുന്നത്. ഏതൊക്കെയാണ്? അറീനിയസ് കോൺസെപ്റ്റ്, ബ്രോൺസ്റ്റഡ്-ലോറി കോൺസെപ്റ്റ്, ലൂയിസ് കോൺസെപ്റ്റ്. കേട്ടോ, ഇതിൽ അറീനിയസ് കോൺസെപ്റ്റിനെ നമ്മൾ ക്ലാസിക്കൽ കോൺസെപ്റ്റ് എന്നാ പറയുക. അറീനിയസ് കോൺസെപ്റ്റ് ഈസ് കോൾഡ് ക്ലാസിക്കൽ കോൺസെപ്റ്റ്. അതാണ് ഒന്നാമത് പരിചയപ്പെടാൻ പോകുന്നത്. അറീനിയസ് കോൺസെപ്റ്റ്, ദാറ്റ് ഈസ് ഓൾസോ കോൾഡ് ക്ലാസിക്കൽ കോൺസെപ്റ്റ്. അത് നമുക്ക് അറിയുന്ന കാര്യമാണ്. എന്താണ് അറീനിയസ് കോൺസെപ്റ്റ് ഓഫ് ആസിഡ്സ് ആൻഡ് ബേസസ്? അഭിഷേക്, ഹായ്. എന്താണ് അറീനിയസ് കോൺസെപ്റ്റ് ഓഫ് ആസിഡ്സ് ആൻഡ് ബേസസ്? വിച്ച് ഈസ് ദ ക്ലാസിക്കൽ കോൺസെപ്റ്റ് എവരിബഡി നോ. ഒരു ആസിഡ് എന്ന് പറയുന്നത് ഹൈഡ്രജൻ അയോൺ ഡോണർ അല്ലെങ്കിൽ ഹൈഡ്രോണിയം അയോൺ പ്രസന്റ് ഇൻ സൊല്യൂഷൻ. ഒരു സൊല്യൂഷനിൽ ഹൈഡ്രോണിയം അയോൺ തരുന്ന ആൾക്കാരെ ആസിഡ്സ് എന്ന് പറയും. എന്താണ് ആസിഡ്സ്? Those substances which produce H plus ions, to be precisely H3O plus ions in solution. H plus ion ശരിക്കും അറിയപ്പെടുന്നത് H3O plus ion എന്നാണ്. H പ്ലസിന് ഒരിക്കലും H പ്ലസ് ആയിട്ട് നിലനിൽക്കാൻ കഴിയില്ല. H പ്ലസിന് ഒരിക്കലും H പ്ലസ് ആയിട്ട് നിലനിൽക്കാൻ കഴിയില്ല. ഇറ്റ് ഈസ് ഓൾവേസ് ഇൻ ദ അസോസിയേറ്റഡ് ഫോർമാറ്റ്. അതാണ് ഹൈഡ്രോണിയം അയോൺ. ഇതിനെ നമ്മൾ പ്രോട്ടോൺ എന്നാ വിളിക്കുക. ദിസ് ഈസ് ഹൈഡ്രോണിയം അയോൺ. മറ്റേത് ഹൈഡ്രജൻ അയോൺ ആണ്, H പ്ലസ് അയോൺ. H പ്ലസിന് ഇൻഡിപെൻഡന്റ് എക്സിസ്റ്റൻസ് ഇല്ല എന്ന് തന്നെ പറയണം. അപ്പൊ H പ്ലസ് എന്ന് എഴുതിയാൽ പോലും മനസ്സിലാക്കണം that is H3O plus hydronium ion. So any substance that provide H plus ion in solution, that is called acid. ഏതൊരു വസ്തു
സൊല്യൂഷനിൽ ഡിസോൾവ് ചെയ്യുമ്പോൾ H+ അയോൺ തരുന്നുവോ, അതായത് H3O+ അയോൺ തരുന്നുവോ, അയാളെ ആസിഡ് എന്ന് പറയും. ഫോർ എക്സാമ്പിൾ HCl. HCl when dissolved in water you get H+ and Cl-. So it is an acid. ഇതിനെ വിളിക്കുന്നത് നമ്മൾ മോണോപ്രോട്ടിക് ആസിഡ് എന്ന് പറയും. മോണോപ്രോട്ടിക് ആസിഡ് അല്ലെങ്കിൽ മോണോ ബേസിക് ആസിഡ് എന്ന് പറയും. മോണോ ബേസിക് ആസിഡ്, മോണോപ്രോട്ടിക് എന്നോ മോണോ ബേസിക് എന്നോ പറയും. എന്താണ് ഈ മോണോപ്രോട്ടിക് എന്ന് വെച്ചാൽ? മോണോ എന്ന് വെച്ചാൽ ഒന്ന്, പ്രോട്ടിക് എന്ന് വെച്ചാൽ H+. ഒരു H+ തരുന്ന ആസിഡിനെയാണ് മോണോപ്രോട്ടിക് ആസിഡ് അഥവാ മോണോ ബേസിക് ആസിഡ് എന്ന് പറയുന്നത്. The number of H+ available from one molecule, that is called basicity. Basicity. Number of H+ available. അതിന് പറയുന്ന പേരാണ് ബേസിസിറ്റി. ബേസിസിറ്റി. ഒരു ആസിഡിൽ നിന്ന് നിങ്ങൾക്ക് എത്ര H+ കിട്ടുന്നു അതിനെയാണ് ബേസിസിറ്റി എന്ന് പറയുക. അപ്പൊ എന്താണ് ആസിഡ് എന്ന് ചോദിച്ചാൽ the substance that give H+ ion or H3O+ ion in aqueous solution, that is acid. എത്ര H+ തരുന്നുവോ അതിനെ അതിന്റെ ബേസിസിറ്റി എന്ന് പറയും. ഒരു H+ ആണെങ്കിൽ മോണോബേസിക് എന്ന് പറയും, അതുപോലെ മോണോപ്രോട്ടിക് എന്നും പറയും. Suppose you are dealing with sulfuric acid, you will get H+ and HSO4-. ഇത് വീണ്ടും ഡിസോസിയേറ്റ് ചെയ്യും. You get H+ plus SO4-. അപ്പോൾ രണ്ട് പ്രാവശ്യം ഡിസോസിയേറ്റ് ചെയ്യും. ഇവിടെ ഒരു H+ കിട്ടും, ഇവിടെ ഒരു H+ കിട്ടും. അപ്പൊ അതിനെ നമ്മൾ വിളിക്കുന്ന പേരെന്തായിരിക്കും? HCl മോണോബേസിക് ആസിഡ് ആണെങ്കിൽ, HCl മോണോപ്രോട്ടിക് ആസിഡ് ആണെങ്കിൽ, സൾഫ്യൂരിക് ആസിഡിന് എന്താ പേര് പറയുക? ഇതൊക്കെ പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണെന്നാണ് എൻ്റെ വിശ്വാസം. ലോവർ ക്ലാസ്സുകളിൽ തന്നെ ഇതൊക്കെ ചിലപ്പോൾ കേട്ട് പരിചയം കാണേണ്ടതാണ്. സൾഫ്യൂരിക് ആസിഡിന് എന്ത് പറയാം? ഇതിനെ മോണോപ്രോട്ടിക് എന്ന് വിളിക്കുകയാണെങ്കിൽ ഇതിനെ നമുക്ക് എന്ത് വിളിക്കാം? രണ്ട് പ്രാവശ്യമാണ് H+ തരുന്നത്. അപ്പൊ എന്ത് വിളിക്കും? ഇത് മോണോപ്രോട്ടിക് ആണ്, മോണോബേസിക് ആണ്. ഇതിനെന്ത് വിളിക്കാം? രണ്ട് പ്രാവശ്യം ഡൈപ്രോട്ടിക് എന്ന് വിളിക്കാം. എക്സാക്ട്ലി. ദിസ് മേ ബി കോൾ ഇറ്റ് ആസ് ഡൈപ്രോട്ടിക്, ഡൈപ്രോട്ടിക് അല്ലെങ്കിൽ ഡൈബേസിക് എന്ന് വിളിക്കാം. ഡൈപ്രോട്ടിക് ആസിഡ് ഓർ ഡൈബേസിക് ആസിഡ് എന്ന് വിളിക്കും. ഇവിടെ ഒരു Ka വാല്യൂ ആണെങ്കിൽ ഇവിടെ രണ്ട് Ka വാല്യൂ ആണ്. Ka1, Ka2. ആദ്യത്തെ ഡിസോസിയേഷന് ഒരു Ka1, രണ്ടാമത്തെ ഡിസോസിയേഷന് ഒരു Ka2. അങ്ങനെ സ്ട്രോങ് ആസിഡ്സിന്റെ Ka വാല്യൂ വളരെ ഹൈ ആയിരിക്കും. റാദർ ഇക്വിലിബ്രിയം എന്ന അവസ്ഥ തന്നെ ഇല്ലാത്തൊരു കണ്ടീഷനാണ്. അപ്പൊ Ka വാല്യൂ വളരെ ഹൈ ആയിരിക്കും, വെരി ഹൈ വാല്യൂ. ഇന്നലെ നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട്, ലാർജർ ദ Ka വാല്യൂ സ്ട്രോങ്ങർ ദി ആസിഡ് എന്ന് എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ HCl എടുത്തു കഴിഞ്ഞാൽ ഒരു Ka ഉള്ളൂ, പക്ഷെ സൾഫ്യൂരിക് ആസിഡ് എടുത്തു കഴിഞ്ഞാൽ രണ്ട് Ka ഉണ്ട്. ആദ്യത്തെ അയോണൈസേഷൻ Ka1, രണ്ടാമത്തെ അയോണൈസേഷൻ Ka2. ഡിസോസിയേഷൻ കോൺസ്റ്റന്റ് രണ്ടെണ്ണം ഉണ്ട്. അതേസമയം ഇഫ് യു ആർ ഡീലിംഗ് വിത്ത് ഫോസ്ഫോറിക് ആസിഡ് H3PO4 ആണെന്ന് വിചാരിക്കുക, യു ഗെറ്റ് H++ H2PO4-. അപ്പോൾ ആദ്യത്തെ H ആയി. അടുത്തത് എഗെയിൻ ഇത് ഡിസോസിയേറ്റ് ചെയ്യും, യു വിൽ ഗെറ്റ് H++ HPO4-. രണ്ടാമതൊരു H+ കൂടെ വന്നു. വീണ്ടും ഇത് ഡിസോസിയേറ്റ് ചെയ്യും, യു വിൽ ഗെറ്റ് H++ PO4-. മൂന്ന് പ്രാവശ്യമാണ് അത് ഡിസോസിയേറ്റ് ചെയ്യുന്നത്. നാച്ചുറലി യു ക്യാൻ കോൾ ഇറ്റ് ആസ് ട്രൈപ്രോട്ടിക് ആസിഡ്. ദിസ് ഈസ് എ ട്രൈപ്രോട്ടിക് ആസിഡ് അല്ലെങ്കിൽ ട്രൈബേസിക് ആസിഡ്. ട്രൈബേസിക് ആസിഡ് മൂന്ന് പ്രാവശ്യമാണ്. നാച്ചുറലി there will be a Ka1 value, there will be a Ka2 value and there will be a Ka3 value. Ka1 ഉണ്ടാവും, Ka2 ഉണ്ടാവും, Ka3 ഉണ്ടാവും.
അപ്പോൾ മോണോപ്രോട്ടിക് ആസിഡിന് ഒരു KA വാല്യൂ ഉണ്ടാവുള്ളൂ. ഡൈപ്രോട്ടിക് ആണെങ്കിൽ 2 എണ്ണം ഉണ്ടാവും. ട്രൈപ്രോട്ടിക് ആണെങ്കിൽ 3 എണ്ണം ഉണ്ടാവും. സോ ഓൺ. എന്ത് തോന്നുന്നു? KA വാല്യൂ KA1 KA2 സെയിം ആയിരിക്കുമോ, ഡിഫറെന്റ് ആയിരിക്കുമോ? എന്താ തോന്നണേ? വാട്ട് ഡു യു ഫീൽ ലൈക്ക്? ഈ KA1 വാല്യൂവും KA2 വാല്യൂവും സെയിം ആയിരിക്കുമോ, ഡിഫറെന്റ് ആയിരിക്കുമോ? വാട്ട് ഡു യു ഫീൽ? എന്ത് തോന്നുന്നു? KA1 KA2 സെയിം ആയിരിക്കുമോ, ഡിഫറെന്റ് ആയിരിക്കുമോ? അതുപോലെ KA1 KA2 KA3 സെയിം ആയിരിക്കുമോ, ഡിഫറെന്റ് ആയിരിക്കുമോ? നോ ഡൗട്ട് ഡിഫറെന്റ് ആയിരിക്കും. എങ്കിൽ അതിന്റെ ട്രെൻഡ് എങ്ങനെയാണ്? ആരായിരിക്കും വലുത്? KA1 ആയിരിക്കുമോ KA2 ആയിരിക്കുമോ വലുത്? ഏതായിരിക്കും വലുത്? ഈക്വൽ അല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞു. ഡിഫറെന്റ് ആണ്, യാതൊരു സംശയവും വേണ്ട. KA1 is different from KA2. Which one will be larger? Is it KA1 or KA2? അതോ അങ്ങനെ ഒരു ട്രെൻഡ് ഒന്നും ഇല്ല എന്നുണ്ടോ? എങ്ങനെ വേണമെങ്കിലും വരാം, അങ്ങനെയുണ്ടോ? Aaron, KA1, well done. It is KA1. KA1 greater than KA2, greater than KA3. ഏത് ആസിഡ് എടുത്താലും ശരി കേട്ടോ. KA1 greater than KA2, greater than KA3, so on. ഇതൊരു ജനറൽ ഒബ്സർവേഷൻ ആണ് കേട്ടോ. ഇതൊരു ജനറൽ ഒബ്സർവേഷൻ ആണ്. യൂഷ്വലി യു ക്യാൻ സീ ദാറ്റ് KA1 ഈസ് ലാർജർ ദാൻ KA2, KA2 in turn larger than KA3, so on. അങ്ങനെയാണ് സാധാരണ നമുക്ക് കാണാൻ സാധിക്കും. ഒന്ന് എഴുതാമോ മക്കളെ? ഒന്ന് എഴുതാമോ? സപ്പോസ് വി ആർ ടോക്കിംഗ് അബൌട്ട് നൈട്രിക് ആസിഡ്. എങ്ങനെയാണ് ഡിസോസിയേറ്റ് ചെയ്യുന്നത്? ഒന്ന് എഴുതാമോ നിങ്ങൾക്ക്? അതുപോലെ H3PO3 അത് നൈട്രിക് ആസിഡ് ആണ്. ദിസ് ഈസ് ഹൈഡ്രോക്ലോറിക് ആസിഡ്, എല്ലാവർക്കും അറിയാം. ദിസ് ഈസ് സൾഫ്യൂരിക് ആസിഡ്. ദിസ് ഈസ് ഫോസ്ഫോറിക് ആസിഡ് കേട്ടോ. ദിസ് ഈസ് ഫോസ്ഫോറിക് ആസിഡ് ഓർ ഓർത്തോഫോസ്ഫോറിക് ആസിഡ്. ഇത് നൈട്രിക് ആസിഡ് അറിയാലോ, നൈട്രിക് ആസിഡ്. This is phosphorus acid. Phosphorus acid. ഒന്ന് ഇതിന്റെ ഡിസോസിയേഷൻ എഴുതാമോ? അതുപോലെ ഇത് H3PO2 ഹൈപ്പോഫോസ്ഫോറസ് ആസിഡ്. ഹൈപ്പോഫോസ്ഫോറസ് ആസിഡ്. അതിന്റെ ഡിസോസിയേഷൻ ഒന്ന് എഴുതാമോ? ഞാൻ എഴുതാം, അപ്പൊ ശരിയായോ തെറ്റായോ എന്ന് പറഞ്ഞാൽ മതി കേട്ടോ. ഞാൻ എഴുതാം, അപ്പൊ ശരിയാണോ തെറ്റാണോ എന്ന് പറഞ്ഞാൽ മതി. ഒന്നാമത്തേത് ഇറ്റ് ഈസ് H++HNO3-. ഇറ്റ് ഈസ് എ മോണോപ്രോട്ടിക് ആസിഡ്. ശരിയായോ? മോണോപ്രോട്ടിക് അല്ലെങ്കിൽ മോണോ ബേസിക് എന്ന് പറയാം. മോണോ ബേസിക്, മോണോപ്രോട്ടിക് അഥവാ മോണോ ബേസിക്. 1 കറക്റ്റ് ആയി അല്ലേ? വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. ഇനി 2 1 കറക്റ്റ് ആയി, 1 കറക്റ്റ് ആയി. ഓക്കെ, ഗുഡ് ഗുഡ്. ഇനി നമുക്ക് 2ലേക്ക് പോവാം. ആദ്യം H+ കിട്ടുന്നു, H2PO3- എന്ന് കിട്ടുന്നു. അപ്പോ ഒന്നാമത്തെ H+ കിട്ടി. ഇത് വീണ്ടും H+ കിട്ടുന്നു, HPO3-2- എന്ന് വരുന്നു. അപ്പൊ രണ്ടാമത്തെ H+ കിട്ടി. വീണ്ടും ഇത് ഡിസോസിയേറ്റ് ചെയ്യുന്നു. You get H+ and PO3-3-.
മൂന്നാമത്തെ H+ കിട്ടി. ശരിയായോ? ശരിയായോ? രണ്ടാമത്തെ ശരിയായോ? 2 correct, 2 correct, 2 correct, 2 correct. Yes. Aaron, Arati, Abhinav, Anugraha. Yes. I am really sorry to say that it is incorrect. I am really sorry to say that it is incorrect. കാരണം അത് പറഞ്ഞു തരാൻ കൂടെ വേണ്ടിയാണ് നമ്മൾ ഈ ഒരു എക്സാമ്പിൾ പറഞ്ഞത്. മക്കളെ നോക്കടാ, സിംപ്ലി ഫോർമുല നോക്കിയിട്ട് ഇവിടെ 3 ഹൈഡ്രജൻ ഉണ്ട്, അതുകൊണ്ട് 3 H+ കിട്ടും എന്ന് പറയാൻ സാധിക്കില്ല. ഈ ഒരു കേസിൽ ഒരു H+ കിട്ടും, ഇങ്ങനെയാവും. അത് വീണ്ടും ഡിസോസിയേറ്റ് ചെയ്യും, അടുത്ത H+ കിട്ടും, ഇങ്ങനെ കിട്ടും. പക്ഷേ ഈ മൂന്നാമത്തെ ഇല്ല കേട്ടോ, ഇതില്ല, കഴിഞ്ഞു. രണ്ടേ ഉള്ളൂ. ഇതുണ്ട്, ഇതുണ്ട്, രണ്ടേ ഉള്ളൂ. You have only Ka1 and Ka2. You have Ka1 and Ka2. രണ്ട് സ്റ്റെപ്പേ ഉള്ളൂ. മൂന്നാമത്തെ ഇതില്ല. അപ്പോ നമ്മൾ ഈ ഫോർമുല നോക്കിയിട്ട് H3PO3 എന്ന് കാണുമ്പോൾ 3 H കണ്ട ഉടനെ ചാടി വീണുള്ള ചില അക്രമങ്ങള് ചിലപ്പോ തെറ്റാൻ സാധ്യതയുണ്ട് എന്ന് പറയാൻ കൂടെ വേണ്ടിയിട്ടാണ് ഇയാളെ ഞാൻ പരിചയപ്പെടുത്തിയത്. H3PO4 3 ഹൈഡ്രജൻ ഉണ്ട്. ഇറ്റ് ഈസ് ട്രൈ ബേസിക്, സംശയം വേണ്ട. പക്ഷേ H3PO3 വരുമ്പോൾ 3 ഹൈഡ്രജൻ ഉണ്ട്, പക്ഷെ ആകെ 2 ഹൈഡ്രജനെ അതിൽ അയോണൈസ് ചെയ്യത്തുള്ളൂ. അത് ഞങ്ങൾക്ക് എങ്ങനെ അറിയാം സാർ എന്ന് ചോദിക്കണ്ട, അത് പറഞ്ഞു തരാനാണ് ആ എക്സാമ്പിള് ഇപ്പോ ചെയ്തത്. മനസ്സിലായില്ലേ? അപ്പൊ അത് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റുമെന്ന് ചോദിച്ചാൽ അതിന് ഈ സ്ട്രക്ചർ അറിയണം. അതിന് നമുക്ക് ഇതിന്റെ സ്ട്രക്ചർ അറിയണം. സപ്പോസ് യു ആർ ഡീലിംഗ് വിത്ത് H3PO4 ഇതാണെന്ന് വിചാരിക്കാം. മക്കൾ നോക്കട, ഇതിന്റെ സ്ട്രക്ചർ വരയ്ക്കുമ്പോൾ നോർമലി ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവേണ്ടതാണ്. ഇതാണ് H3PO4ന്റെ സ്ട്രക്ചർ. അതേസമയം H3PO3യുടെ സ്ട്രക്ചർ നോക്ക്, അത് ഇങ്ങനെയാടാ. ആൻഡ് there comes the difference. ഇതാണ് H3PO3യുടെ സ്ട്രക്ചർ. Are you been able to understand what makes the difference? ഈ മോളിക്കുലാർ സ്ട്രക്ചർ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുമോ എന്തുകൊണ്ടാണ് സംഭവിച്ചത്, എന്താണ് സംഭവിച്ചത് എന്ന് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടോ? നിങ്ങളൊന്ന് നോക്കിയേ. The point is very simple, children. ഓക്സിജന്റെ കൂടെയുള്ള ഹൈഡ്രജൻ അതാണ് അസിഡിക് ഹൈഡ്രജൻ. ഓക്സിജന്റെ കൂടെയുള്ള ഹൈഡ്രജൻ അതാണ് അസിഡിക് ഹൈഡ്രജൻ. എത്ര OH വരുന്നുണ്ട് എന്ന് നോക്കുക, അതാണ് ബേസിസിറ്റിയെ റെപ്രസെന്റ് ചെയ്യുന്നത്. ഇവിടെ എക്സാക്ട്ലി ഇവിടെ 3 OH ആണ്, ഇവിടെ 3 OH ആണ്. മനസ്സിലാവുണ്ടോ? അപ്പൊ ആ 3 ഹൈഡ്രജനും അയോണൈസബിൾ ഹൈഡ്രജൻ ആണ്, അസിഡിക് ഹൈഡ്രജൻ ആണ്. ദിസ് ഈസ് അസിഡിക് ഹൈഡ്രജൻ. ഇത് അസിഡിക് ഹൈഡ്രജൻ ആണ്, അയോണൈസ് ചെയ്യും. ഇത് അസിഡിക് ഹൈഡ്രജൻ ആണ്, അയോണൈസ് ചെയ്യും. ഇത് അസിഡിക് ഹൈഡ്രജൻ ആണ്, അയോണൈസ് ചെയ്യും. യു വിൽ ഗെറ്റ് H+O-, H+O-, H+O-. അങ്ങനെയാണ് നമുക്ക് 3 പ്രാവശ്യം H+ കിട്ടിയത്. പക്ഷെ ഇവിടുത്തെ അവസ്ഥ എന്താ? ഇവിടെ 2 അസിഡിക് ഹൈഡ്രജനേ ഉള്ളൂ. മൂന്നാമത്തേത് അസിഡിക് ഹൈഡ്രജൻ അല്ല, ദാറ്റ് ഈസ് കോൾഡ് റിഡ്യൂസിങ് ഹൈഡ്രജൻ. ഇതിനെ റിഡ്യൂസിങ് ഹൈഡ്രജൻ എന്ന് വിളിക്കുക. ഇതാണ് അസിഡിക് ഹൈഡ്രജൻ. ഇവിടെ അയോണൈസ് ചെയ്യും, ഇവിടെ അയോണൈസ് ചെയ്യും. സോ ദ ബേസിസിറ്റി ഈസ് 2. ബേസിസിറ്റി 2 ആണ്. ദിസ് ഈസ് എ റിഡ്യൂസിങ് ഹൈഡ്രജൻ. റിഡ്യൂസിങ് ഹൈഡ്രജൻ എന്താണ് എന്ന് നമുക്ക് പിന്നീട് പഠിക്കാം. നമ്മൾ പല റിയാക്ഷൻസ് വരുമ്പോൾ വീണ്ടും അത് ചർച്ച ചെയ്യും. എന്തായാലും അത് അസിഡിക് ഹൈഡ്രജൻ അല്ല. ആ ഹൈഡ്രജൻ അയോണൈസ് ചെയ്യത്തില്ല. ഓക്സിജന്റെ കൂടെ നിൽക്കുന്ന ഹൈഡ്രജൻ ആണ് അയോണൈസ് ചെയ്യുക. അപ്പൊ ഇവിടെ 3 ഹൈഡ്രജൻ അയോണൈസ് ചെയ്യും, ട്രൈപ്രോട്ടിക് ആണ്. ഇവിടെ 2 ഹൈഡ്രജനെ അയോണൈസ് ചെയ്യുള്ളൂ, ഡൈപ്രോട്ടിക് ആണ്.
എങ്കിൽ ഞാൻ ഇതിന്റെ സ്ട്രക്ചർ വരച്ചു തരാം, ഞാൻ ഇയാളുടെ സ്ട്രക്ചർ വരച്ചു തരാം. റിയാക്ഷൻ എങ്ങനെയാണെന്ന് നിങ്ങൾ അത് കഴിഞ്ഞിട്ട് എഴുതിക്കോളൂ, നിങ്ങൾ തന്നെ എഴുതാം. ദിസ് ഈസ് ഹൈപ്പോഫോസ്ഫോറസ് ആസിഡ്, ദിസ് ഈസ് ഹൈപ്പോഫോസ്ഫോറസ് ആസിഡ് H3PO2. ഇതാണ് ഹൈപ്പോഫോസ്ഫോറസ് ആസിഡ്. നൗ ഐ ആം ഷുവർ എല്ലാവരും തെറ്റാതെ അതിന്റെ അയോണൈസേഷൻ എഴുതും. എഴുതും മക്കളെ. It is H++ H2PO2 മൈനസ്. ഇനി ഒരു പ്രാവശ്യം എഴുതരുത്. കഴിഞ്ഞു, കഴിഞ്ഞു, ഇനിയില്ല, കഴിഞ്ഞു. ഇറ്റ് ഈസ് എ മോണോപ്രോട്ടിക് ആസിഡ്. അപ്പൊ ഇവിടെ ഇയാള് ഡൈപ്രോട്ടിക് ആണ്. ദിസ് ഈസ് ഡൈപ്രോട്ടിക് അഥവാ ഡൈബേസിക്. ഡൈപ്രോട്ടിക് അഥവാ ഡൈബേസിക്. ഇവിടെ ഇയാൾ എന്താണ്? ഇയാള് മോണോപ്രോട്ടിക് ആണ്. മോണോപ്രോട്ടിക് ആണ് അഥവാ മോണോബേസിക് ആണ്. ക്ലിയർ ആയില്ലേ? ക്ലിയർ ആയില്ലേ? യെസ്. പറഞ്ഞു വന്നത് ഫോർമുല നോക്കിയിട്ട് ചെയ്യുമ്പോൾ ചില ആൾക്കാർക്ക് അബദ്ധം പറ്റാൻ സാധ്യതയുണ്ട്. എല്ലാ കേസിലും ഉണ്ടെന്നല്ല ഞാൻ പറഞ്ഞത്. അത് അറിഞ്ഞു ചെയ്യണം. അത് ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള ഒരു 3 എക്സാമ്പിൾ നമ്മളിപ്പോൾ ചർച്ച ചെയ്തു. കിട്ടും. അപ്പൊ ഇങ്ങനത്തെ എക്സംഷൻസും ഉണ്ട് എന്ന് മനസ്സിൽ ഒന്ന് പറഞ്ഞു വെക്കുക, അത്രേ ഉള്ളൂ. Is that clear? Is that clear? Arrhenius concept of acids clear അല്ലേടാ? Arrhenius concept of acids clear അല്ലേ? Yes. അടുത്തത് Arrhenius concept of base ആണ്. Arrhenius concept of bases ആണ്. Bases. According to Arrhenius concept, base എന്ന് വെച്ചാൽ എന്താണ്? Any substance that provide OH minus ion in aqueous solution, that is called hydroxyl ion. Aqueous solutionല് ഹൈഡ്രോക്സിൽ അയോൺ തരുന്ന ആൾക്കാരെ ബേസസ് എന്ന് പറയും. aqueous solutionല് H+ തരുന്ന ആളെ ആസിഡ് എന്ന് പറയും. ഹൈഡ്രജൻ അയോൺ പ്രൊവൈഡ് ചെയ്യുന്ന ആളെ ആസിഡ് എന്ന് പറയും. ഹൈഡ്രോണിയം അയോൺ തരുന്ന ആളെ ആസിഡ് എന്ന് പറയും. ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് തരുന്ന ആളെ bases എന്ന് പറയും. So any substance that provide hydroxyl ion in aqueous solution is called bases. Example, NaOH. When dissociate, you get Na plus and OH minus. ഇത് base ആണ് and it is called monoacidic base. Monoacidic ബേസ്. അപ്പൊ ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്ന വാക്ക് അസിഡിസിറ്റി എന്ന വാക്കാണ്. അസിഡിസിറ്റി. അസിഡിസിറ്റി. അസിഡിസിറ്റി എന്ന് വെച്ചാൽ നമ്പർ ഓഫ് OH മൈനസ് അവൈലബിൾ, നമ്പർ ഓഫ് OH മൈനസ് ഒബ്റ്റൈൻഡ്, ദാറ്റ് ഈസ് കോൾഡ് അസിഡിസിറ്റി. ഇപ്പൊ NaOH മോണോ അസിഡിക് ബേസ് ആണ്. അതേസമയം കാൽസ്യം ഹൈഡ്രോക്സൈഡ് CaOH twice will dissociate as Ca2++ 2OH minus. ഇത് ഡൈ അസിഡിക് ബേസ് ആണ്. ഡൈ അസിഡിക് ബേസ്. അപ്പോ ഒരു OH മാത്രം തരുന്നത് മോണോ അസിഡിക് ബേസ്, 2 OH തരികയാണെങ്കിൽ ഡൈ അസിഡിക് ബേസ്, so on. This is the classical idea by Arrhenius regarding acid base neutralization or acids and bases. I mean acids and bases. Acid എന്ന് വെച്ചാൽ any substance that give H+ in aqueous solution called acid. Any substance that give OH minus in aqueous solution called bases. Okay. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ പറയണം. യെസ്. അതുപോലെ തന്നെ അറിഞ്ഞിരിക്കേണ്ട വിഷയം ഞാൻ നേരത്തെ പറഞ്ഞു, വീണ്ടും പറയുന്നു, H+ എല്ലായ്പ്പോഴും
അസോസിയേറ്റഡ് ഫോർമാറ്റിലായിരിക്കും. എച്ച് പ്ലസ് എല്ലായ്പ്പോഴും അസോസിയേറ്റഡ് ഫോർമാറ്റിലായിരിക്കും. ആ അസോസിയേഷൻ ഒരു മോളിക്യൂൾ ആവണമെന്നില്ല, അത് ഒന്നിലധികം മോളിക്യൂൾസ് അസോസിയേറ്റ് ചെയ്ത് നിൽക്കാം. കേട്ടോ, അതും ഒരു ചോദ്യമായിട്ട് നിങ്ങൾ ഒരുപക്ഷെ പ്രതീക്ഷിക്കണം. നോക്കടാ, എച്ച് പ്ലസ് ആണെന്ന് വിചാരിക്കാം. എച്ച് പ്ലസിന് ഇങ്ങനെ നിൽക്കാൻ പറ്റില്ല. ഇറ്റ് ഈസ് അസോസിയേറ്റിംഗ് വിത്ത് വാട്ടർ മോളിക്യൂൾ ആൻഡ് യു ഗെറ്റ് H3O+. അതിനെ നമ്മൾ ഹൈഡ്രോണിയം അയോൺ എന്ന് പറയും. ഇത് വീണ്ടും ഇതിൽ വാട്ടർ മോളിക്യൂൾ അസോസിയേറ്റ് ചെയ്യാം, ഇതിൽ വീണ്ടും വാട്ടർ മോളിക്യൂൾ അസോസിയേറ്റ് ചെയ്യാം. വാട്ട് ഈസ് ദ ഫോർമുല നെക്സ്റ്റ്? H3O വീണ്ടും വാട്ടർ മോളിക്യൂൾ അസോസിയേറ്റ് ചെയ്താൽ എന്ത് കിട്ടും? ഇത് രണ്ടും കൂടെ ആഡ് ചെയ്താൽ മതി. H3യും H2ഉം H5 എന്ന് എഴുതാം, ഓയും ഓയും O2 എന്ന് എഴുതാം. H2O5+, സോറി H5O2+. വീണ്ടും ഒരു വാട്ടർ ആഡ് ചെയ്യൂ, വീണ്ടും ഒരു വാട്ടർ ആഡ് ചെയ്യൂ, എന്താ ഫോർമുല? വീണ്ടും ഒരു വാട്ടർ ആഡ് ചെയ്യൂ, എന്താ ഫോർമുല? വീണ്ടും ഒരു വാട്ടർ ആഡ് ചെയ്യൂ, എന്താ ഫോർമുല? ഒന്ന് പറഞ്ഞേ മക്കള് നോക്കട്ടെടാ. എച്ച് പ്ലസിലേക്ക് എച്ച് പ്ലസ് ഒരു വാട്ടറിൽ ആഡ് ചെയ്യുന്നു, അപ്പൊ H3O+. അതിൽ വീണ്ടും വാട്ടർ ആഡ് ചെയ്യുന്നു, H5O2+. അതിൽ വീണ്ടും വാട്ടർ ആഡ് ചെയ്താല് പറ 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 ആ എക്സാക്ട്ലി 5ഉം 2ഉം 7, H7O3+. വീണ്ടും അടുത്ത് പറ, അടുത്ത് പറ, അടുത്ത് പറ, അടുത്ത് പറ, അടുത്ത് പറ. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. പ്ലസ് ഇടാൻ മറക്കരുത്, ഇടി കിട്ടും കേട്ടോ. പ്ലസ് ഇടാൻ മറക്കരുത്, ഇടി കിട്ടും. പ്ലസ് ഇടണം, പ്ലസ് എപ്പോഴും ഇടണം. ആ പ്ലസ് ഇവിടുന്ന് വന്നതാ, ഇവിടുന്ന് വന്ന പ്ലസ് അത് എപ്പോഴും ഉണ്ടാവും. H9O4+. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. H9O4+. ലാസ്റ്റ് ഒന്നുകൂടെ പറഞ്ഞിട്ട് നമുക്ക് നിർത്താം. ലാസ്റ്റ് ഒന്നുകൂടെ പറ. H11O5+. വെരി ഗുഡ്. H11O5+. ഇങ്ങനെ അസോസിയേറ്റ് ചെയ്ത് പോകുന്നത് നമുക്ക് കാണാൻ സാധിക്കും. മനസ്സിലായോ? അപ്പൊ വിചാരിക്കും ഇത് എച്ച് പ്ലസിന് മാത്രമാണോ? അല്ല, OH- ഇതുപോലെ ഒരു പ്രോപ്പർട്ടി ഉണ്ട്. എച്ച് പ്ലസിന്റെ അത്ര തീവ്രമല്ല എന്ന് മാത്രമേ ഉള്ളൂ. എച്ച് പ്ലസിന്റെ പ്രത്യേകത എന്താണെന്ന് അറിയാമോ? ഇറ്റ് ഈസ് ദ സ്മോളസ്റ്റ് കാറ്റയോൺ അവൈലബിൾ. ഏറ്റവും ചെറിയ കാറ്റയോൺ ആണ്. അത് അത്രയും ചെറുതായത് കൊണ്ട് തന്നെ അതിന് സെൽഫായിട്ട് നിൽക്കാൻ പറ്റില്ലടാ. അത് എല്ലായ്പ്പോഴും ആരുടെയെങ്കിലും നെഞ്ചത്ത് കയറിയിട്ട് നിൽക്കുള്ളൂ. എച്ച് പ്ലസിന് എച്ച് പ്ലസ് ആയിട്ട് നിൽക്കാൻ കഴിയില്ല. എച്ച് പ്ലസ് ഡസ് നോട്ട് ഹാവ് ഇൻഡിപെൻഡന്റ് എക്സിസ്റ്റൻസ്. അതുകൊണ്ടാണ് നിങ്ങൾ എവിടെ നോക്കിക്കോ എച്ച് പ്ലസ് എന്ന് എഴുതി കഴിഞ്ഞാൽ അക്വസ് മീഡിയം ആണെങ്കിൽ ഇറ്റ് ഈസ് അണ്ടർസ്റ്റുഡ്, ഇറ്റ് ഈസ് അണ്ടർസ്റ്റുഡ് എച്ച് പ്ലസ് ഈസ് നത്തിങ് ബട്ട് H3O+. അക്വസ് മീഡിയം ആണെങ്കിൽ വാട്ടറിന്റെ നെഞ്ചത്തായിരിക്കും, അമോണിയ ആണെങ്കിൽ അമോണിയയുടെ നെഞ്ചത്തായിരിക്കും. അല്ല, ആരാണ് ഉള്ളത് അയാളുടെ നെഞ്ചത്ത് കയറിയിരിക്കും, തനിച്ചിരിക്കാൻ അവർക്ക് കഴിയില്ല. എച്ച് പ്ലസിന് ഇൻഡിപെൻഡന്റ് ആയിട്ട് എക്സിസ്റ്റ് ചെയ്യാൻ കഴിയില്ല. അത് ആരുടെയെങ്കിലും കൂടെ ഒട്ടിപ്പിടിച്ചിട്ടാ നിൽക്കുക. അത്രയ്ക്ക് തീവ്രമല്ലെങ്കിലും OH- ഏകദേശം ഇതേപോലെ തന്നെയാണ്. അയാൾക്കും അസോസിയേഷൻ ഉണ്ട്. എങ്ങനെയായിരിക്കും അസോസിയേഷൻ എന്ന് ഇനി നിങ്ങൾക്ക് പറയാൻ പറ്റും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഒന്ന് പറയാമോ മക്കളെ? OH- H2O വന്നു, എന്ത് കിട്ടും? അതില് വീണ്ടും H2O വന്നു, എന്ത് കിട്ടും? അതില് വീണ്ടും H2O വന്നു, എന്ത് കിട്ടും? ഒന്ന് പറയാമോ? OH- വാട്ടറുമായിട്ട് അസോസിയേറ്റ് ചെയ്താൽ കിട്ടാവുന്ന ആ സ്പീഷീസിന്റെ ഫോം ഒന്ന് പറയാമോ? നോക്കട്ടെ. കിട്ടുന്നില്ല അല്ലെ? കിട്ടുന്നില്ല അല്ലെ? ശരി, ഒരെണ്ണം ഞാൻ എഴുതാം, ഒരെണ്ണം ഞാൻ എഴുതാം. 2 ഹൈഡ്രജനും 1 ഹൈഡ്രജനും. സോ ഇറ്റ് ഈസ് H3, 2 ഓക്സിജൻ, H3O2-, H3O2-. വെരി ഗുഡ്, വെരി ഗുഡ് ആരോൺ. അടുത്തത് പറ, അടുത്തത് പറ, അടുത്തത് പറ. O2 H3- എന്നും പറയാം, H3O2- എന്നും പറയാം, അത് കുഴപ്പമില്ല. O2 H3- എന്നോ H3O2- എന്നോ. അടുത്തത്
വെരി ഗുഡ്, വെരി ഗുഡ്. 3 2 5. 5 ഹൈഡ്രജനും 3 ഓക്സിജനും മൈനസ്. അടുത്തത് പറ, അടുത്തത് പറ. യെസ്, ബ്യൂട്ടിഫുൾ, ബ്യൂട്ടിഫുൾ. 5 ഹൈഡ്രജനും 2 ഹൈഡ്രജനും H7O4 മൈനസ്. ഇങ്ങനെ വരും, ഇങ്ങനെ വരും. This is the associated format of H plus and OH minus. H പ്ലസും OH മൈനസും അസോസിയേറ്റഡ് ആയിട്ട് അക്വസ് മീഡിയത്തിൽ നിൽക്കുന്നത് ഇങ്ങനെയാണ് കേട്ടോ. ഓക്കെ, ഗുഡ്. അപ്പൊ ചിലപ്പോ നിങ്ങൾ പരീക്ഷയ്ക്കൊക്കെ കാണുന്നത് ഇതുപോലത്തെ ചോദ്യമായിരിക്കും. എന്ത്? H5O2 മൈനസ് ഇത് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ ചോദ്യമാണ്. H5O2 മൈനസ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ? H5O2 മൈനസ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ? ഇല്ല എന്ന് നമുക്ക് നോക്കിയാൽ മനസ്സിലാവും. മൈനസ് വരുമ്പോ H5O2 അല്ല, H5O3 മൈനസ് ആ ഉള്ളത്. അതേസമയം H5O2 പ്ലസ് ആണ്. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? അപ്പോ ഒരു 10 സ്പീഷീസ് തന്നിട്ട് ചോദിക്കുകയാണ് ഇതിൽ ആര് എക്സിസ്റ്റ് ചെയ്യുന്നു, ആര് എക്സിസ്റ്റ് ചെയ്യുന്നില്ല എന്ന് ചോദിച്ചാൽ ഒരു പരിഭ്രമവും ഇല്ലാതെ നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ സാധിക്കും. യെസ്, ഫൈൻ. So that's about Arrhenius concept of acids and bases. Arrhenius concept of acids and bases. നമ്മൾ അടുത്ത കോൺസെപ്റ്റിലേക്ക് കടക്കുകയാണ്. That is called Bronsted-Lowry concept of acids and bases. Bronsted-Lowry concept. Bronsted-Lowry concept of acids and bases. അതാണ് അടുത്ത നമ്മുടെ വിഷയം. അപ്പോൾ Arrhenius concept പ്രകാരം ആസിഡ് എന്ന് വെച്ചാൽ any substance that give H plus in aqueous solution, any substance that give OH minus in aqueous solution called bases. Now, what about Bronsted-Lowry concept of acids and bases? According to this concept, acid എന്ന് വെച്ചാൽ proton donors. Proton എന്ന് ഇവിടെ ഉദ്ദേശിക്കുന്നത് H പ്ലസിനെയാണ് proton എന്ന് വിളിക്കുന്നത്. Proton donors are called acids. H പ്ലസ് വിട്ടുകൊടുക്കുന്ന ആൾക്കാരെ ആസിഡ് എന്ന് പറയും. പ്രോട്ടോൺ ഡൊണേറ്റ് ചെയ്യുന്ന ആൾക്കാരെ ആസിഡ് എന്ന് പറയും. പ്രോട്ടോൺ മേടിക്കുന്ന ആൾക്കാരെ ബേസസ് എന്ന് പറയും. പ്രോട്ടോൺ കൊടുക്കുന്ന ആള് ആസിഡ്, പ്രോട്ടോൺ മേടിക്കുന്ന ആള് ബേസസ്. പ്രോട്ടോൺ എന്ന് വെച്ചാൽ എച്ച് പ്ലസ്. എച്ച് പ്ലസിനെ എന്താ സാറേ പ്രോട്ടോൺ എന്ന് വിളിക്കുന്നതെന്ന് ഞാൻ ചോദിക്കുന്നില്ല, അല്ലെ? എന്താ എച്ച് പ്ലസിനെ പ്രോട്ടോൺ എന്ന് വിളിക്കാൻ കാരണം? ഹൈഡ്രജനിൽ ആകെ ഒരു പ്രോട്ടോൺ, ഒരു ഇലക്ട്രോൺ, 0 ന്യൂട്രോൺ എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പൊ എച്ച് പ്ലസ് എന്ന് പറഞ്ഞാൽ ആ ഇലക്ട്രോൺ പോയി, പിന്നെ അതിൽ ആകെ ഉള്ളത് ഒരു പ്രോട്ടോൺ ആണ്. അപ്പോ എച്ച് പ്ലസ് എന്ന് വെച്ചാൽ വേറൊന്നുമല്ല, പ്രോട്ടോൺ ആണ്. സോ എച്ച് പ്ലസ് ഡൊണേറ്റ് ചെയ്യുന്ന ആള് ആസിഡ്, എച്ച് പ്ലസ് അക്സെപ്റ്റ് ചെയ്യുന്ന ആള് ബേസ്. So proton donors are acids, proton acceptors are bases. Proton donors are acids, proton acceptors are bases. ഉദാഹരണമായിട്ട് suppose you are dealing with a reaction. ഇപ്പോ ഇത് അക്വസ് മീഡിയത്തിൽ വേണം എന്ന നിബന്ധനയൊന്നുമില്ല. അറീനിയസ് കോൺസെപ്റ്റിൽ നിന്നുള്ള ഒരു പ്രധാനപ്പെട്ട വ്യത്യാസം ഇവിടെ അതാണ്. അക്വസ് മീഡിയത്തിൽ വേണം എന്ന നിബന്ധനയൊന്നുമില്ല. സപ്പോസ് യു ആർ ഡീലിംഗ് വിത്ത് ദ റിയാക്ഷൻ ഓഫ് അമോണിയ ഗ്യാസ് ഇന്ററാക്ടിംഗ് വിത്ത് HCl ഗ്യാസ്.
you will get the white fumes of ammonium chloride. അമോണിയ ഗ്യാസും HCl ഗ്യാസും കൂടെ മീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വൈറ്റ് ഫ്യൂംസ് കിട്ടും. ഈ വൈറ്റ് ഫ്യൂംസ് കിട്ടുന്നത് എന്താണെന്ന് ചോദിച്ചാൽ അമോണിയം ക്ലോറൈഡ് ആണ്. അമോണിയം എന്ന് വെച്ചാൽ NH4+, ക്ലോറൈഡ് എന്ന് വെച്ചാൽ Cl-. So when ammonia react with HCl, you get ammonium and chloride. ഇതൊരു ആസിഡ് ബേസ് റിയാക്ഷൻ ആണ്. ഇതൊരു ആസിഡ് ബേസ് റിയാക്ഷൻ ആണ്. പക്ഷെ ഇത് വിശദീകരിക്കാൻ നമുക്ക് സഹായിക്കുന്നത് ഒരുപക്ഷെ അറീനിയസ് കോൺസെപ്റ്റ് അല്ല, മറിച്ച് ബ്രോൺസ്റ്റഡ്-ലോറി കോൺസെപ്റ്റ് ആണ്. ഇവിടെ ആരാണ് ആസിഡ്, ആരാണ് ബേസ്? ഇവിടെ ആരാ ആസിഡ്? നോക്കൂ, ഇയാള് ഒരു H+ ഇയാൾക്ക് കൊടുക്കുന്നു. HCl ഒരു H+ ഇയാൾക്ക് കൊടുക്കുന്നു. സോ ദിസ് ഈസ് ആസിഡ്. അതേസമയം ഇയാളിൽ നിന്ന് H+ മേടിക്കുന്നു. ദിസ് ഈസ് ബേസ്. സോ HCl ആക്ട് ആസ് എൻ ആസിഡ് ആൻഡ് അമോണിയ ആക്ട് ആസ് എ ബേസ്. എന്തടിസ്ഥാനത്തിലാണ് പറയുന്നത്? H+ വിട്ടുകൊടുക്കുന്ന ആള് ആസിഡ്, H+ മേടിക്കുന്ന ആള് ബേസ്. എവറി ആസിഡ് വിൽ ഹാവ് എ കോൺജുഗേറ്റ് ബേസ്. എല്ലാ ആസിഡിനും എന്തുണ്ട്? ഒരു കൗണ്ടർ പാർട്ട് ഉണ്ട്. അതിനെ കോൺജുഗേറ്റ് എന്ന് പറയും. കോൺജുഗേറ്റ് എന്ന് വെച്ചാൽ കൗണ്ടർ പാർട്ട് എന്നർത്ഥം. കോൺജുഗേറ്റ് ബേസ്. HClന്റെ കോൺജുഗേറ്റ് ബേസ് ആണ് ക്ലോറൈഡ്. HClന്റെ കോൺജുഗേറ്റ് ബേസ് ആണ് ക്ലോറൈഡ്. അതുപോലെ അമോണിയയുടെ കോൺജുഗേറ്റ് ആസിഡ് ആണ് അമോണിയം. ദിസ് ഈസ് കോൺജുഗേറ്റ് ആസിഡ്. അപ്പോ ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. HCl ആസിഡ് ആയിട്ട് വർക്ക് ചെയ്യുന്നു. അയാളുടെ കൗണ്ടർ പാർട്ട് ആണ് Cl- and that is called conjugate base. അമോണിയ ബേസ് ആയിട്ട് വർക്ക് ചെയ്യുന്നു. അയാളുടെ കൗണ്ടർ പാർട്ട് ആണ് അമോണിയം, that is conjugate acid. So every acid has a conjugate base. Every base got a conjugate acid. എല്ലാ ആസിഡ്സിനും ഒരു കോൺജുഗേറ്റ് ബേസ് ഉണ്ട്. എല്ലാ ബേസിനും ഒരു കോൺജുഗേറ്റ് ആസിഡ് ഉണ്ട്. ഇതാണ് ബ്രോൺസ്റ്റഡ്-ലോറി കോൺസെപ്റ്റിന്റെ ഗംഭീരമായിട്ടുള്ള ഒരു ആശയം. ഈ ആശയം വെച്ച് നമുക്ക് എത്രയെത്ര റിയാക്ഷൻസ് വിശദീകരിക്കാൻ സാധിക്കും എന്നറിയാം. ഒരുപാട് റിയാക്ഷൻസ് വിശദീകരിക്കാൻ നമുക്ക് ഈ ആശയം ഉപയോഗിക്കാം. ഈ പറഞ്ഞ എക്സാമ്പിൾ എല്ലാവർക്കും കൺവിൻസിംഗ് ആണ് എന്ന് വിചാരിക്കുന്നു. പ്ലീസ് ഗീവ് റെസ്പോൺസസ്. ക്ഷീണമുണ്ടോ? വിശക്കുന്നുണ്ടോ? ക്ഷീണമുണ്ടോ? വിശക്കുന്നുണ്ടോ? ഉറക്കം വരുന്നുണ്ടോ? കണ്ണടഞ്ഞു പോകുന്നുണ്ടോ? വിശപ്പുണ്ടോ? കണ്ണടഞ്ഞു പോകുന്നുണ്ടോ? ഇല്ല. ഓക്കെ, വെരി ഗുഡ്. യെസ്. അപ്പൊ നമുക്ക് അടുത്ത എക്സാമ്പിൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വാട്ടറിന്റെ സെൽഫ് ഡിസോസിയേഷൻ. വാട്ടർ മോളിക്യൂളിന്റെ സെൽഫ് ഡിസോസിയേഷൻ. യു നോ വാട്ടർ ഈസ് ന്യൂട്രൽ ഓർ വാട്ടർ. സർ, NH4ന്റെ അടിയിൽ എന്താണ് കോൺജുഗേറ്റ്? Conjugate acid. Conjugate acid. Every acid will have a conjugate base. Every base will have a conjugate acid. ഇത് വായിച്ച് മനസ്സിലായില്ലേ? പറയണ്ടേ? അതെ, കയ്യക്ഷരം മനോഹരമായതുകൊണ്ടാണ്. കോൺജുഗേറ്റ് ആസിഡ്. ഓക്കെ അല്ലേ? യെസ്. ഞാൻ എഴുതുന്നത് എന്തെങ്കിലും മനസ്സിലാവാകെ ഉണ്ടെങ്കിൽ പറയണം കേട്ടോ.
ഞാൻ ബോർഡിൽ എഴുതുന്നത് എന്തെങ്കിലും തിരിഞ്ഞില്ല എങ്കിൽ പറയണേ. ഐ റിപ്പീറ്റ്. യെസ്. എന്താ ഞാൻ പറയാൻ വന്നത്? സെൽഫ് ഡിസോസിയേഷൻ ഓഫ് വാട്ടർ. സെൽഫ് ഡിസോസിയേഷൻ ഓഫ് വാട്ടർ അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ സഹായിക്കുന്ന അതിഗംഭീരമായ ഒരു ആശയമാണ് ബ്രോൺസ്റ്റഡ്-ലോറി കോൺസെപ്റ്റ്. വാട്ടർ ന്യൂട്രൽ ആണെന്ന് നമ്മൾ പഠിക്കുന്നു. വാട്ടർ ആംഫോട്ടറിക് ആണെന്ന് പഠിക്കുന്നു. എന്താ ആംഫോട്ടറിക് എന്ന് വെച്ചാൽ മുൻപ് പഠിച്ചിട്ടുണ്ട്. ആസിഡ് ആയിട്ടും ബേസ് ആയിട്ടും വർക്ക് ചെയ്യാനുള്ള വാട്ടറിന്റെ കഴിവിനെയാണ് ആംഫോട്ടറിക് എന്ന് പറയുന്നത്. നോക്ക്, ഹൗ വാട്ടർ ആക്ട് ആസ് ആംഫോട്ടറിക് ക്യാരക്ടർ. നോക്ക് മക്കളെ, അമോണിയ പ്ലസ് വാട്ടർ, you get ammonium plus OH minus. നോക്കടാ, എന്താ റിയാക്ഷൻ? what is the role of water എന്നൊന്ന് നോക്കൂ നിങ്ങൾ. വാട്ടർ എങ്ങനെ വർക്ക് ചെയ്യുന്നു? അതുപോലെ അടുത്ത റിയാക്ഷൻ H2S plus H2O. you are getting H3O plus HS minus. ഈ രണ്ട് റിയാക്ഷൻ പരിശോധിച്ചു കഴിഞ്ഞാൽ നമുക്ക് വാട്ടറിന്റെ ആംഫോട്ടറിക് നേച്ചർ മനസ്സിലാക്കാൻ സാധിക്കും. ആംഫോട്ടറിക് നേച്ചർ. വാട്ട് ഈസ് ആംഫോട്ടറിക്? മുൻപ് പഠിച്ചിട്ടുണ്ട്. ആംഫോട്ടറിക് എന്ന് വെച്ചാൽ എന്താണ്? ആംഫോട്ടറിക്, also called amphiprotic. ആംഫിപ്രോട്ടിക് എന്ന് പറയും, ആംഫോട്ടറിക് എന്ന് പറയും. ആസിഡ് ആയിട്ടും ബേസ് ആയിട്ടും വർക്ക് ചെയ്യാനുള്ള കഴിവ്, വാട്ടറിന്റെ ആസിഡ് ആയിട്ടും ബേസ് ആയിട്ടും വർക്ക് ചെയ്യാനുള്ള കഴിവ്, അതാണ് ആംഫോട്ടറിക് എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മൾ എഴുതിയിരിക്കുന്ന രണ്ട് എക്സാമ്പിളില് ഒരു സ്ഥലത്ത് വാട്ടർ ആസിഡ് ആയിട്ട് വർക്ക് ചെയ്യുന്നു, വേറൊരു സ്ഥലത്ത് വാട്ടർ ബേസ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഒന്ന് കണ്ടുപിടിച്ചേ എവിടെ എന്തായിട്ട് വർക്ക് ചെയ്യുന്നു ഒന്ന് കണ്ടുപിടിക്കാം. ശരിയായെങ്കിൽ പറയണേ. ഇവിടുന്ന് ഒരു H+ ഇങ്ങോട്ട് സപ്ലൈ ചെയ്യുന്നു. സോ ദിസ് ആക്ട് ആസ് ആസിഡ്. അതിന്റെ കൗണ്ടർ പാർട്ട് ഇതാണ്. ദിസ് ഈസ് കോൺജുഗേറ്റ് ബേസ്. സ്വാഭാവികമായിട്ടും ഇയാള് ബേസ് ആയിട്ട് വർക്ക് ചെയ്യുന്നു. അതിന്റെ കൗണ്ടർ പാർട്ടാണ് ഇത്. ദാറ്റ് ഈസ് കോൺജുഗേറ്റ് ആസിഡ്. ഇത്തിരി ഭംഗിയായിട്ട് എഴുതിയിട്ടുണ്ട്. ഇത്രയൊക്കെ പറ്റൂ. अंजलि, ये आप कौन सी लैंग्वेज बोल रहे हैं? इस लैंग्वेज, दिस इज केरला and this is Malayalam. Anjali, it is Malayalam from Kerala. अंजलि, कहाँ से है आप? Now the second reaction. Look at the second reaction, children. Look at the second reaction. ഇവിടെ നേരെ തിരിച്ചടാ. ഇവിടുന്ന് ഒരു പ്രോട്ടോൺ ഇങ്ങോട്ട് കൊടുക്കുന്നു. H2S give a proton to H2O and hence this act as an acid quite naturally. ഇതിന്റെ കൗണ്ടർ പാർട്ട് കേട്ടോ. ഇതിന്റെ കൗണ്ടർ പാർട്ട്. This is conjugate base. Maharashtra से. Yeah. बीच में थोड़ा हिंदी नो प्रॉब्लम, बट कंटिन्यूअस
Hindi में class नहीं ले सकता because lot of children they are listening in Malayalam and Malayalam English hybrid वैसे ही possible है, माफ कीजिएगा, कुछ हिंदी नो प्रॉब्लम, बट कंटिन्यूस हिंदी में क्लास लेना तो बहुत मुश्किल होगा, मेरे लिए नहीं, जो स्टूडेंट्स सुन रहा है उन लोगों को तकलीफ होगा, बिकॉज दे आर मोर प्रोन टू लिसन टू मलयालम इंग्लिश हाइब्रिड लैंग्वेज. अंजलि, but you can understand if you listen closely, you can understand Malayalam is a beautiful language. थोड़ा मलयालम सीख लो ना. That's it. H2S donate proton to H2O, and this will act as an acid, and this will be a base. Quite naturally, this is a base, and the counterpart of which this is conjugate acid. അപ്പോൾ ഇവിടെ വാട്ടർ ആസിഡ് ആയിട്ട് വർക്ക് ചെയ്തു, ഇവിടെ വാട്ടർ ആസിഡ് ആയിട്ട് വർക്ക് ചെയ്തു, ഇവിടെ വാട്ടർ ബേസ് ആയിട്ട് വർക്ക് ചെയ്തു. ദാറ്റ് ഈസ് വാട്ട് amphoteric nature of water. That is what amphoteric nature of water. And that also gives you a very important vital information. Nothing but H2O, from H2O, when you remove H plus, you get conjugate base. H2O il ninnu H plus remove ചെയ്താൽ you get conjugate base. While H2O ilekku when you add H plus, you get conjugate acid. This is conjugate acid of water, and this is conjugate base of water. It's not only applicable to water. Any species you take, remove H plus, you get conjugate base. Add H plus, you get conjugate acid. Suppose you are dealing with alcohol. CH3OH. Remove H plus. CH3O minus. That is the conjugate base. This is conjugate base. Add H plus. You get CH3OH2 plus. This is conjugate acid. You take any species. Adding H plus, you will get conjugate acid. Removing H plus, you will get conjugate base. So H2O il ninnu remove H plus, you get OH minus. That is conjugate base. Add H plus, you get H3O plus. That is conjugate acid. Clear anuda? Is that clear? Yeah. And that actually can be used to explain the self-dissociation of water. Self-dissociation of water. Self-dissociation of water. നോക്കൂ മക്കളെ, H2O plus H2O. നോക്ക്, ഇതില് ഒരാള് ആസിഡ് ആയിട്ട് വർക്ക് ചെയ്യും, മറ്റേ ആള് ബേസ് ആയിട്ട് വർക്ക് ചെയ്യും. What is the result? H2O plus H2O. H2O plus H2O. That is self-ionization of water. Self-ionization of water. Self-dissociation of water. എന്താ കിട്ടുക? നോക്കൂ, ഇയാൾക്ക് ഒരു H plus കൊടുത്തു. So working as acid. And what will be the counterpart? Counterpart എന്തായിരിക്കും?
OH minus ആയിരിക്കും and that is conjugate base. CB എന്ന് വെച്ചാൽ conjugate base. ഇനി ഇയാൾക്ക് H പ്ലസ് കിട്ടി, അപ്പൊ അയാൾ എന്തായിട്ട് മാറി? H3O plus ആയിട്ട് മാറി and this is conjugate acid. This is conjugate acid. Yes, very good. Very good, Aaron. Very good, Abhinav. Good, good, good. That is self-dissociation of water. Self-dissociation of water. ഒന്ന് വേഗം പറയൂ മക്കളെ. അമോണിയയുടെ കോൺജുഗേറ്റ് ആസിഡ് ആരാണ്? അമോണിയയുടെ കോൺജുഗേറ്റ് ബേസ് ആരാണ്? ഒന്ന് പറഞ്ഞേ. What is the conjugate acid of ammonia? What is the conjugate base of ammonia? Come on, come on, come on, come on. Yes, ammonium plus. എന്താണെന്നും കൂടി പറയണം കേട്ടോ. ഹലോ, എന്താണെന്ന് പറയണം. ആസിഡ് ആണോ ബേസ് ആണോ എന്ന് പറയണം. അമോണിയം പ്ലസ് ആരാണ്? അമോണിയം പ്ലസ് ആരാണ്? NH4 പ്ലസിന്റെ പേര് അമോണിയം എന്നാണ് കേട്ടോ. NH4 പ്ലസിന്റെ പേര് അമോണിയം എന്നാണ്. കോൺജുഗേറ്റ് ആസിഡ്. വെരി ഗുഡ്, വെരി ഗുഡ്. ആരോൺ തെറ്റിട്ടോ. Conjugate acid is ammonium plus. സമ്മതിച്ചു. How to get a conjugate acid? Conjugate acid കിട്ടാൻ H plus add ചെയ്താ മതി. Add H plus. I will tell you, Arati, Anjali. I will tell you. Add H plus to ammonia. Add H plus to ammonia. Add H plus to ammonia. You will get conjugate acid. Remove H plus from ammonia. Remove H plus from ammonia. You will get a conjugate base. Abhinav, very good. Very good. Aaron, clear ayogana. It is remove H plus from ammonia. It will be NH2 minus. This is conjugate base. Anjali, hope you understood. समझ में आया क्या? Add H plus to ammonia, you get ammonium plus. Remove H plus from ammonia, you get NH2 minus. So NH4 plus is conjugate acid. NH2 minus is conjugate base. It is popularly called amide. NH2 minus is amide. That's a conjugate base. Similarly, any species you can handle the given species, remove H plus. It is called the obtained species called conjugate base. Add H plus, the resultant species called conjugate acid. And now one more question to wind up that segment of Bronsted-Lowry concept of acids and bases. I am giving you a reaction H2SO4 plus HClO4. Can you tell me what is the result? H2SO4 sulfuric acid perchloric acid എന്ന് പറയും. This is called perchloric acid. Perchloric acid. Sulfuric acid, I am giving you a reaction between sulfuric acid and perchloric acid. Can you write the product? And my question is very simple. Who will act as acid and who will act as base? Who will donate H plus and who will accept H plus? That is my question. Who will donate H plus?
and who will accept H plus? ആരാണ് എച്ച് പ്ലസ് കൊടുക്കുക? ആരാണ് എച്ച് പ്ലസ് മേടിക്കുക? Come on, come on, come on, come on, come on. Who will be acid? Who will be base? Aaron, sulfuric acid donate H plus. Aaron says ഇത് ആസിഡ് ആയിട്ട് വർക്ക് ചെയ്യും. Aaron says ഇത് ആസിഡ് ആയിട്ട് വർക്ക് ചെയ്യും ആൻഡ് ഇത് നാച്ചുറലി ബേസ് ആയിട്ട് വർക്ക് ചെയ്യും. എന്ന് വെച്ചാൽ 1 H plus is donated from this to this. So the result is HSO4 minus and H2ClO4 plus. This is one possibility. This is one possibility. While Abhinav says that opposite. Abhinav പറയുന്നത് വേറെയാണ്. Abhinav പറയുന്നത് എന്താണെന്ന് വെച്ചാൽ Abhinav പറയുന്നു H2SO4 plus HClO4. Abhinav says this will be acid. എന്ന് വെച്ചാൽ ഇത് ബേസ് ആയിട്ട് വർക്ക് ചെയ്യും. So what happens? This is donating a proton to this. So the result will be ClO4 minus and H3SO4 plus. I would like to gather opinion from all. Kindly tell me, children. Aaron പറഞ്ഞതുപോലെ ഇങ്ങനെയാണോ? Abhinav പറഞ്ഞതുപോലെ ഇങ്ങനെയാണോ? Please tell me your opinion. Please tell me your opinion with which you stand. Is it 1 or 2? Come on, come on. Abhinav, Anugraha also comment 2. Aaron change ചെയ്തു. Aaron മാറ്റി. Aaron 2ലേക്ക് പോയി. Abhinav തിരിച്ച് 1ലേക്ക് വന്നു. എന്റെ കൃഷ്ണ, എന്തൊക്കെയാണ് ട്വിസ്റ്റ് ആണല്ലോടാ. കംപ്ലീറ്റ് ട്വിസ്റ്റ് ആണല്ലോ. പറഞ്ഞ ആൾക്കാരൊക്കെ മാറ്റിയോ? Come on, children, please post your opinion. Please post your opinion. Is it 1 or 2? Anyway, there are two possibilities. One, sulfuric acid may be acting as an acid and HClO4 acting as a base. Two, HClO4 can act as an acid and sulfuric acid can act as a base. ഇതിൽ ഏതാണ് ചാൻസ്? With which you stand? Come on, your opinion, please. No further opinion from anybody. No further opinion from anybody. And the correct answer is മക്കളെ ഇങ്ങനെ അല്ല കേട്ടോ. This is second one. ഇയാളാണ് ആസിഡ് ആയിട്ട് വർക്ക് ചെയ്യുക. ഇയാള് ബേസ് ആയിട്ട് വർക്ക് ചെയ്യും. എന്ന് വെച്ചിട്ട് സൾഫ്യൂരിക് ബേസ് ഒന്നും വിളിക്കൂല കേട്ടോ. ഇറ്റ് ഈസ് സൾഫ്യൂരിക് ആസിഡ് ഓൺലി. Both are acid, but relatively perchloric acid is more acidic. സൾഫ്യൂരിക് ആസിഡും പെർക്ലോറിക് ആസിഡും പരിശോധിച്ചാൽ പെർക്ലോറിക് ആസിഡ് റിലേറ്റീവ്ലി മോർ അസിഡിക് ആണ്. അപ്പോൾ രണ്ട് ആസിഡുകൾ കമ്പയർ ചെയ്യുമ്പോൾ ആരാണ് കൂടുതൽ അസിഡിക്? Which one is relatively more acidic? That is explained by Bronsted-Lowry concept. So please understand, relatively perchloric acid is more acidic and hence it donate H plus to this and you get H3SO4 plus, which is the conjugate acid, and ClO4 minus, which is a conjugate base. Is that perfect, children? Is that perfect? Clear or not? Should I repeat? So relatively, who is more acidic, more basic?
is explained by Bronsted-Lowry concept. Perfect. Good. And you are expected to make an important notice on the particular concept. Very important point. Very important point. It is nothing but a statement like this. A strong acid will have a weak conjugate base. A strong acid will have a weak conjugate base. ഒരു കമന്റ് ആണ്. ഒരു സ്ട്രോങ് ആസിഡിന്റെ കോൺജുഗേറ്റ് ബേസ് വീക്ക് ആയിരിക്കും. Similarly, you can make 4 statements, out of which one I have given. Tell me the other statements. All complementary statements. Can you tell me one statement I have given? The statement is a strong acid will have a weak conjugate base. Tell me the other 3 statements. Statement number 1 I told. A strong acid will have a weak conjugate base. Yeah, a strong base will have a weak conjugate acid. Come on, right. A strong base will have a weak conjugate acid. Come on, third statement. Very good. A weak acid will have a strong conjugate base. Exactly. A weak acid will have a strong conjugate base. And the last one. A weak base. Very good. A weak base will have a strong conjugate acid. These are the 4 important statements. In fact, you need to memorize only one point. A strong one will have a weak counterpart and vice versa. What you need to remember is a strong species will have a weak counterpart and vice versa. A weak species will have a strong counterpart, like that. ഇത് ക്ലിയർ അല്ലേടാ? ഇത് ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേ? Yes. And the kind of question that you may encounter will be, which is a strong base? OH minus ആണോ SH minus ആണോ? Which is a strong base? A question that you encounter. ഏതാണ് സ്ട്രോങ് ബേസ്? ഹൈഡ്രോക്സിൽ അയോൺ OH മൈനസ് ആണോ അതോ SH മൈനസ് ആണോ? ഹു ഈസ് എ സ്ട്രോങ് ബേസ്? And that can be answered by the nature of their counterpart. അവരുടെ കൗണ്ടർപാർട്ടിന്റെ നേച്ചർ നോക്കിയാൽ ഇതിന് ഉത്തരം പറയാം. ഇതിന്റെ കൗണ്ടർപാർട്ട് എന്ന് പറയുന്നത് H2O ആണ്. ഇതിന്റെ കൗണ്ടർപാർട്ട് എന്ന് പറയുന്നത് H2S ആണ്. ഇതിൽ ആരാണ് സ്ട്രോങ് ആസിഡ്? That will give you the answer for this. Out of H2O and H2S, which is a stronger acid? നമ്മൾ നേരത്തെ എഴുതിയിട്ടുണ്ട്. Earlier we have written the reaction. Please verify the reaction. H2S plus H2O. Hope you remember. This acted as acid, this acted as base, and this donated a proton to this, and you get
SH minus and H3O plus. So out of the two, this is strong acid. So when you compare the acidic strength, this is stronger acid than this. Therefore, this is a weak base. So basic strength will be opposite. Acidic strength in the order endano, adinte opposite aayirikkum basic strength. Whatever is the order of acidic strength, the basic strength of counterpart will be just opposite. So out of H2O, out of H2S, H2S is a strong acid. Therefore, SH minus is a weak base. That is the meaning of what we have written earlier. This is the application of these four statements. Clear? Is that perfect? Say strong acid will have a weak conjugate base. A weak acid will have a strong conjugate base. A strong base will have a weak conjugate acid. A weak base will have a strong conjugate acid. And one application. Among the two, this is a strong acid. Therefore, among the two, this is a weak base and this is a strong base. The relative strength of acids and bases is beautifully explained by Bronsted-Lowry concept of acids and bases, which is finding great application in organic chemistry and various other part of inorganic. Organic, different occasion, we come across these kind of comparisons. Acidic strength, the basic strength and the comparisons. It find a great application involving Bronsted-Lowry concept of acids and bases. Number one, Arrhenius concept of acids and bases, and number two, Bronsted-Lowry concept of acids and bases, and now on to the third one, Lewis concept of acids and bases. Lewis concept of acids and bases, that is the next one. Lewis concept. Lewis concept of acids and bases. That is the next one. According to Lewis concept, try to understand what is an acid and what is a base. According to Lewis concept, an acid means electron pair acceptors. And electron pair acceptors are called Lewis acids. Electron pair acceptors are called Lewis acids. One pair of electron ne accept cheyunna aalkarana Lewis acids. സ്വാഭാവികമായിട്ടും ലൂയിസ് ബേസസ് എന്ന് വെച്ചാൽ ഒരു ഇലക്ട്രോൺ പെയർ ഡൊണേറ്റ് ചെയ്യുന്ന ആൾക്കാരാണ് ലൂയിസ് ബേസസ്. ഇലക്ട്രോൺ പെയർ ഡോണേഴ്സ് ആർ കോൾഡ് ലൂയിസ് ബേസസ്. ഇലക്ട്രോൺ പെയർ ഡോണേഴ്സ് ആർ കോൾഡ് ലൂയിസ് ബേസസ്. Actually, this is not a perfect concept on acids and bases. ഇത് ആസിഡ് ബേസ് കോൺസെപ്റ്റിലെ ഒരു ക്ലാസിക്കൽ പിക്ചർ അല്ല. This is not a classical picture regarding acids and bases. And naturally, here when we talk about acids and bases, it is always preferable not to simply call it as acids and bases. Please call it as Lewis acid, Lewis base. Here we use the term Lewis acid, Lewis base. Here we use the term specifically, not simply acid. You call it as Lewis acid. You call it as Lewis acid and you call it as Lewis base. Lewis acid, Lewis base.
Because this is never in match with the traditional idea of acids and bases. അതുകൊണ്ടാണ് കിട്ടും. അപ്പോൾ അത് സ്പെസിഫിക്കലി അങ്ങനെ വിളിക്കുന്നതാണ് നല്ലത്. Now let us try to understand with example how this Lewis acid base concept is working. Imagine we are dealing with a reaction BF3 treated with NH3 and you get a addition product. You get a adduct BF3 NH3 adduct. This is called adduct. Adduct എന്ന് വെച്ചാൽ addition product എന്ന് പറയും. Addition product. Adduct. In this reaction, ഇതൊരു traditional acid base reaction അല്ല. This is a Lewis acid base reaction. This is a Lewis acid base reaction. And the reaction involving here is to be understood in terms of bonding. നോക്കടാ, BF3 എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. This is BF3 and it is electron deficient. This is electron deficient as it is having only sextet. There is no octet. Meanwhile, we have ammonia. We have ammonia. Ammonia is electron rich. Ammonia is electron rich. Now, what you can feel, what you can see is the electron pair from ammonia is donated to make a bond with the BF3, and thereby you get the result, which is like this: BF3 getting bonded with the nitrogen, and it make a bond like this. This is the adduct. This is the adduct. And here a pair of electron from nitrogen is donated to boron. So this is Lewis acid electron pair acceptor. It is donating a pair of electron. This is Lewis base. Lewis base. And this is sp2 hybridized planar system. And this is sp3 hybridized pyramidal system. And what happens here is both nitrogen boron is sp3 hybridized and both are now tetrahedral. Both are now tetrahedral. Now look at the condition of boron center. Look at the condition of boron center. This is boron center which turned tetrahedral. So what is the nature of boron? sp2 planar turns sp3 tetrahedral. What is happening across nitrogen? What is happening across nitrogen? That also turned tetrahedral. That also turned tetrahedral, and there you can see already it is sp3. Here also it is sp3, but that was pyramidal. Now it is tetrahedral. And here what actually happened is a pair of electron from nitrogen was donated to boron. So boron BF3 act as a Lewis acid and ammonia nitrogen act as a Lewis base. Clear aano makkale? Is that clear? So electron pair acceptors are called Lewis acids. Electron pair donors are called Lewis bases. Is that perfect? Okay, le? Yeah, good. So that was today's discussion. ഇന്ന് നമ്മൾ ഇതുവരെ ചർച്ച ചെയ്തത് പ്രധാനമായിട്ടും ആസിഡ് ബേസ് കോൺസെപ്റ്റ് ആണ്. വാട്ട് ഈസ് ആസിഡ്സ് ആൻഡ് ബേസസ്? Arrhenius concept of acids and bases, Bronsted-Lowry concept of acids and bases, Lewis concept of acids and bases. Arrhenius concept പ്രകാരം
H plus, any substance giving H plus in solution called acid, OH minus in solution called bases. And we have discussed about basicity, acidicity, monoprotic, monobasic, dibasic, tribasic, etc. And then it was Bronsted-Lowry concept of acids and bases. H plus donors are called acids, H plus acceptors are called bases. Proton donors are called acids, proton acceptors are called bases. And finally, Lewis acid-base concept. Electron pair acceptors are called Lewis acids. Please remember, they are particularly called as Lewis acids, Lewis bases. And in fact, here the reaction is not at all matching with the traditional acid-base reaction, which are very fast. This is slow reaction. This is covalent reaction, slow reaction. Here, electron pair donors are called Lewis bases, electron pair acceptors are called Lewis acids. So that was the major discussion happened today in this session. സമയം ആയിക്കൊണ്ടിരിക്കുന്നു, നമുക്ക് നിർത്താൻ സമയമായിക്കൊണ്ടിരിക്കുന്നു. നമ്മുടെ നാളത്തെ ഡിസ്കഷൻ, അടുത്ത ക്ലാസ്സിൽ നമ്മുടെ ഡിസ്കഷൻ it will be starting with a term ionic product of water. Ionic product of water. അതിന് സബ്സിക്വന്റ് ആയിട്ട് pH സ്കെയിലും അതൊക്കെ ആയിരിക്കും നമ്മൾ അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. അയോണിക് പ്രോഡക്റ്റ് ഓഫ് വാട്ടർ, ദ സോ കോൾഡ് KW, അയോണിക് പ്രോഡക്റ്റ് ഓഫ് വാട്ടർ, അതിന്റെ സബ്സിക്വന്റ് ആയിട്ട് pH സ്കെയിലും അതിന്റെ കാൽക്കുലേഷൻസും ഒക്കെയാണ് നമ്മൾ അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ടാവുക. ഇപ്പോൾ സമയം കഴിയാറായിരിക്കുന്നു. യെസ്, നമുക്ക് നിർത്തിയാലോ? ഓരോ ദിവസവും എടുക്കുന്നത് അന്നന്ന് പഠിക്കുക, അതിലെ പ്രോബ്ലംസ് ഒക്കെ മാക്സിമം ചെയ്യുക. യെസ്, നിർത്താം. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഇതിൻ്റെ കണ്ടിന്യൂവേഷൻ ആയിട്ട് അയോണിക് പ്രോഡക്റ്റ് ഓഫ് വാട്ടർ, തുടർന്ന് pH സ്കെയില്, അതിൻ്റെ കാൽക്കുലേഷൻസ്, റൈറ്റ്, അതെല്ലാം നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. യെസ്, അപ്പോൾ നമുക്ക് നിർത്താം കേട്ടോ. യെസ്, wish you all a very beautiful day or beautiful night. Let it be a great day. നന്നായിട്ട് പഠിക്കാം കേട്ടോ. അന്നന്ന് എടുക്കുന്നത് അന്നന്ന് പഠിച്ചു പോവുക കേട്ടോ. Okay, we'll meet in the next class with the continuation of the topic. Till then, bye, see you, good night. കാണാം.